ഇന്നതേ കാണിക്കുന്നത് നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നട്ട ഈ ഒരു സീനിയാണ് കേട്ടോ. ഇത് ഒത്തിരി ഞാൻ വിത്തെടുക്കാൻ ശ്രമിച്ചെങ്കിലും അതിനകത്തുനിന്ന് വിത്ത് കിട്ടിയില്ലേ. ഇതുപോലെയാണ് വിത്ത് ഉണ്ടാവുന്നത്. പക്ഷേ വിത്ത് ഉണ്ടാവുന്നെങ്കിൽ ഇതൊന്നും തന്നെ നമുക്ക് നന്നായി കിളിച്ച് കിട്ടാറില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്നോണം നമുക്ക് പതി വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആ പതി വെച്ചതാണ് ഇന്ന് ഞാനിന്ന് എടുത്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊന്ന് ഇളക്കി നോക്കട്ടെ. വേര് നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയ തൈകൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. വിത്തിന്ന് കിളിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് ഇങ്ങനെ പുതിയ തൈകൾ ഞാനതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഞാൻ പതി വയ്ക്കാനായിട്ട് വെച്ചത് നന്നായിട്ട് വേര് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നന്നായിട്ട് ഇപ്പോൾ ഉഷാറായിട്ട് വേര് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് ഒരു പോട്ടിൻ്റെ ഉള്ളിലേക്ക് നട്ടു കൊടുക്കാം. ഇതിന് ഞാൻ മണ്ണും ചാണകപ്പൊടിയൊക്കെ നിറച്ച ഒരു പോട്ടിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് പുതിയ സീനിയയുടെ തൈകൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സീനിയയുടെ പ്ലാന്റിൽ നിന്ന് നമുക്ക് കുറച്ചധികം തൈകൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പതി വെച്ച് എടുത്ത സ്ഥലത്തേക്ക് ഞാൻ വേറൊരു തണ്ട് ഇങ്ങനെ ചായച്ച് വെച്ചിട്ട് ഇതുകൂടി മണ്ണിട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അടുത്ത പ്ലാന്റിന് വേണ്ടിയിട്ട് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇങ്ങനെ വെച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് ദിവസത്തിനകത്ത് അതിലും വേര് വരും. ഇങ്ങനെ പതി വെച്ച് എടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി വേഗത്തിൽ പൂക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് ഈ വിങ്കാ റോസും അങ്ങനെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.